പശ്ചിമേഷ്യയിലെ ഗാസ മുനമ്പിലെ സംഘടനകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലോകത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സംഘടനമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. പാലസ്തീൻ ഇസ്രായേൽ സംഘടനത്തിൻ്റെ വലിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തുടങ്ങിയ സംഘടനം അത് പാലസ്തീൻ അതോറിറ്റിയുമായിട്ടായിരുന്നില്ല, മറിച്ച് ഹമാസ് എന്ന തീവ്രവാദി സംഘടനയാണ് ഗാസയിൽ ഈ സംഘടനത്തിന് കാരണമാക്കിയത്. കൊടുനിലവെയുള്ള തീവ്രവാദി ആക്രമണം നിരവധി ഇസ്രയേലികളെ, ഏതാണ്ട് 3000-ഓളം ഇസ്രയേലികളെ വധിച്ചതായിട്ടാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നെതന്യാഹു അതൊരു വലിയൊരു അവസരമായി കണ്ടുകൊണ്ട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ്റെയും സഹായത്തോടെ തിരിച്ചടി ശക്തമായി തുടങ്ങി എന്നുള്ളതാണ്. അന്നത് തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല, പാലസ്തീൻ സംഘടനത്തിലും പാലസ്തീൻ പ്രശ്നത്തിലും ഒരു വഴിത്തിരിവുണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ ഹമാസുമായുള്ള യുദ്ധം മുന്നേറുകയാണ് പിന്നീടുള്ള 13 മാസങ്ങൾ നമ്മൾ കണ്ടത്. പുതിയ പ്രസിഡന്റ് അമേരിക്കയിൽ വന്നപ്പോൾ അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത് കൊടുനിലവേ തന്നെ അദ്ദേഹത്തിന് യുദ്ധം തീർക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്നാൽ വാസ്തവത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ കൈവിടാൻ ഒരു കാരണവശാലും പറ്റാത്തൊരു സാഹചര്യമാണ്. അമേരിക്കയിലെ ജനസംഖ്യയിൽ ഒരു ചെറു ശതമാനമാണ് ജൂത വംശജരെങ്കിലും അമേരിക്കൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഏത് പ്രസിഡന്റ് വന്നാലും തുടരേണ്ട ഒരു നയമാണ്. അതൊരു അലിഖിത നിയമമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ട്രംപിൻ്റെ കാര്യത്തിലും വ്യത്യാസം വരാൻ കാരണമില്ല. കാരണം അദ്ദേഹത്തിനും ഇസ്രയേലിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ സമീപകാലത്ത്, പ്രത്യേകിച്ച് അദ്ദേഹം അധികാരത്തിൽ വന്ന പശ്ചാത്തലത്തിൽ യുദ്ധത്തിനൊരു താൽക്കാലിക വിരാമമുണ്ടായി, ഒരു വെടിനിർത്തലുണ്ടായി. ഹമാസുമായി ഇസ്രയേൽ സംഘടന നിർത്താം എന്നുള്ളൊരു സാഹചര്യവും അതിനുവേണ്ടിയുള്ളൊരു വെടിനിർത്തൽ കരാറിൽ 3 ഘട്ടങ്ങളായി വെടിനിർത്തൽ പ്രായോഗികമാക്കാമെന്നുമാണ് പദ്ധതിയിട്ടിരുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടം ഏതാണ്ട് കഴിയുന്ന അവസരത്തിലാണ് വീണ്ടും സംഘടനകൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 2ാം ഘട്ടത്തിലേക്ക് 3ാം ഘട്ടത്തിലേക്ക് വരാൻ കഴിയാത്തത് എന്നുള്ളതിന് ഉത്തരം ലളിതമാണ്. 2ാം ഘട്ടത്തിൽ ഇസ്രായേൽ ഗാസയുടെ ആ നഗരത്തിൻ്റെ തലസ്ഥാനം ഉൾപ്പെടെ വടക്കൻ പ്രദേശങ്ങളും മറ്റും ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരു നിബന്ധനയുണ്ടായിരുന്നു. അത് ഇസ്രായേൽ സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ 2ാം ഘട്ടത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്തൊരു പശ്ചാത്തലത്തിൽ ഇത് നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ഹമാസ് അവരുടെ തീവ്രവാദി സംഘടന വീണ്ടും പുനരാരംഭിച്ചു. നമ്മൾ ആലോചിക്കേണ്ടത്, കുറച്ച് ഇസ്രയേലികളെ ബന്ദിയാക്കിക്കൊണ്ട് ഹമാസ് വിലപേശുന്നത് തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷമായി. ഇപ്പോൾ വളരെ കുറച്ച് ഇസ്രയേലികൾ മാത്രമേ ഹമാസിൻ്റെ കൈവശമുള്ളൂ. അവരുടെ ജീവൻ സംരക്ഷിക്കാനെങ്കിലും 2ാം ഘട്ടം നടപ്പിലാക്കണമെന്നുള്ള ഒരു നിബന്ധനയാണ് തീവ്രവാദികൾ വച്ചത്. എനിക്ക് തോന്നുന്നത് ഹമാസ് നിയന്ത്രിക്കുന്ന ബന്ദികളെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും സാരമില്ല, ഈ അവസരത്തിൽ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു നടപടിയാണ് മുന്നേറേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ കാണുന്നത് പലപ്പോഴും, നമ്മൾ ടെലിവിഷനിലും മറ്റും പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഹമാസ് അവരുടെ കൈവശം ബന്ദികളായി വെച്ച ഇസ്രയേലികളെ കൊണ്ടുവിടുമ്പോൾ, തിരിച്ച് ഇസ്രയേലിനെ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ആഹ്ലാദ പ്രകടനം നടത്തുന്നത് ഹമാസ് തന്നെയാണ്. ഹമാസിൻ്റെ തീവ്രവാദ ശക്തി, അതിൻ്റെ മുൻകൈ അതിപ്പോഴും വലിയ ശക്തിയായും സ്വാധീനമായും തുടരുന്നു എന്ന് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയതാണ്. ഇനി വളരെ കുറച്ച് ഇസ്രയേലികൾ മാത്രമേ ഇവരുടെ കൈവശമുള്ളൂ. എനിക്ക് തോന്നുന്നത് അമേരിക്കയും ഇസ്രയേലും എല്ലാം ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികളുടെ ജീവിതം എങ്ങോട്ട് പോയാലും സാരമില്ല, ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഹമാസിനെ തകർക്കുകയും ഗാസ പിടിച്ചടക്കുകയും ചെയ്യണമെന്നുള്ള, പൂർണ്ണമായും പിടിച്ചടക്കുകയും ചെയ്യണമെന്നുള്ള താല്പര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നെതന്യാഹുവിൻ്റെ വെടിനിർത്തൽ കരാർ ഇപ്പോൾ തന്നെ തകർത്തപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വെടിനിർത്തൽ കരാറ് ആശ്വാസത്തോടെ കണ്ട പല ലോക നേതാക്കന്മാരുമുണ്ട്, നമ്മുടെ രാജ്യം ഉൾപ്പെടെ. തീർച്ചയായിട്ടും ഇത് സമാധാനം പുലരുമെങ്കിൽ അത് കാരണമാകും. ട്രംപിൻ്റെ
എക്സെൻട്രിക് ആയിട്ടുള്ള പല തീരുമാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും യുദ്ധത്തിന് അദ്ദേഹം ഒരു അറുതി വരുത്തുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം അധികാരം ഏൽക്കുന്ന സമയത്തെങ്കിലും നമുക്കുണ്ടായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടൊരു സാഹചര്യമാണ്. അപ്പോൾ അന്ന് ലോക നേതാക്കന്മാർക്കുണ്ടായിരുന്ന പ്രതീക്ഷ ഇന്ന് അസ്തമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയാകട്ടെ, റഷ്യ ആകട്ടെ, മറ്റ് പ്രധാനപ്പെട്ട ലോകത്തിലെ ശക്തികളാകട്ടെ, ഇന്ത്യ ഉൾപ്പെടെ നമ്മളെല്ലാം നെതന്യാഹു പറഞ്ഞ കാര്യം ഉറച്ചു നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത്. അത് നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സാഹചര്യത്തിൽ കാരണമാക്കിയതും ഹമാസിൻ്റെ തീവ്രവാദ ആക്രമണമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ. ഇപ്പോഴാകട്ടെ വീണ്ടും ഉടനവേ ഹമാസ് ആക്രമണത്തിന് കാരണമാക്കി. ഒരു ഉദ്ദേശം അത് തന്നെയായിരുന്നു, ഗാസയിലെ പ്രധാനപ്പെട്ട മേഖലയിൽ നിന്ന് ഇസ്രയേൽ ശക്തി മാറുമെന്നും അവിടെ തീർച്ചയായിട്ടും ഹമാസിന് അധികാരം കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. അത് നടക്കുന്നില്ല എന്ന് വ്യക്തമായി. അപ്പോൾ ചുരുക്കത്തിൽ ലോക നേതാക്കന്മാർക്ക് ഇന്ന് നെതന്യാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അമേരിക്ക ഒഴികെയുള്ള ലോക നേതാക്കന്മാർക്ക് തീർച്ചയായിട്ടും നെതന്യാഹുവിൽ ഒരു പ്രതീക്ഷയും വയ്ക്കുന്നില്ല. രണ്ടു കൂട്ടരും ഉത്തരവാദികളാണ്. ഇപ്പോഴത്തെ കാരണം തീവ്രവാദികളുടെ ആക്രമണമാണെങ്കിൽ തീർച്ചയായിട്ടും ഗാസ പ്രദേശം വിട്ടുകൊടുക്കില്ല എന്നുള്ള ഇസ്രയേലിൻ്റെ കടുത്ത നിലപാടാണ് അതിന് കാരണം. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദി നെതന്യാഹു ആണല്ലോ. അപ്പോൾ ലോക നേതാക്കന്മാർ, പ്രത്യേകിച്ച് റഷ്യ ആകട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ, ഇന്ത്യ ആകട്ടെ, നമുക്ക് ചുരുക്കത്തിൽ അറിയാവുന്ന പ്രധാനപ്പെട്ട ശക്തികൾ അമേരിക്ക ഒഴികെ ബാക്കി ആർക്കും തന്നെ നെതന്യാഹുവിൻ്റെ വെടിനിർത്തൽ കരാറിൽ ഒരു വിശ്വാസ്യതയും ഇപ്പോഴില്ല എന്നുള്ളതാണ് വസ്തുത. പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം നടത്തിയൊരു പ്രഖ്യാപനം ഈ സമയത്ത് ഓർമ്മ വരികയാണ്. ഗാസ പുനർനിർമ്മിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അമേരിക്ക ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന ആ പ്രഖ്യാപനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി അമേരിക്ക ഗാസ വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല എന്നും ഇസ്രയേലിൻ്റെ കൈവശത്തിൽ ഗാസ വരണമെന്നുള്ള കാര്യത്തിൽ അമേരിക്കയ്ക്കും വാശിയുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ദുഃഖസത്യം എന്ന് പറയുന്നത്, പാലസ്റ്റീൻ ലിബറേഷൻ അതോറിറ്റിയുടെ ഇന്ന് അതിനെ പാലസ്റ്റീൻ അതോറിറ്റി എന്നാണ് പറയുന്നത്, അവരുടെ അധികാരം ഗാസ വെസ്റ്റ് ബാങ്കിലുള്ളപ്പോൾ ഇവിടെയാണ്, ഗാസയിലാണ് ഈ പ്രശ്നം മുഴുവൻ നിൽക്കുന്നത്. പാലസ്റ്റീൻ അതോറിറ്റിയുടെ ശക്തി ദുർബലപ്പെടുകയും തീവ്രവാദി സംഘടനകൾ ഗാസയിൽ ശക്തിപ്പെട്ടു വരികയും ചെയ്യുകയും അത് ഇനിയും തുടരാനുള്ള സാധ്യത ഉണ്ടാവുകയും ഉള്ളപ്പോൾ എങ്ങനെയാണ് സമാധാനം കൈവരിക്കുന്നത്? മാത്രമല്ല, ഇപ്പോൾ സമാധാനത്തിന് വേണ്ടി നടപടിയെടുത്ത് അതുമായി ഒരു അത്യാവശ്യം കൂടിയാലോചനകളും ചർച്ചകളും നടത്തിയതെല്ലാം ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ഹമാസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്ര നേതൃത്വമല്ല, ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഹമാസിന് അങ്ങനെ ഒരു തീവ്രവാദ സ്വഭാവം ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഗാസയിൽ എങ്ങനെയാണ് സമാധാനം പുലരുന്നത്? ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസത്തിനിടയ്ക്ക് 600ഓളം പേർ കൊല്ലപ്പെട്ടതായി വാർത്തകൾ വരുന്നുണ്ട്. അത് കൂടുതലും പാലസ്തീനികളായ ഹമാസ് സംരക്ഷിക്കാൻ കഴിയാത്ത സാധാരണക്കാരായ പൗരന്മാരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടതും ബോംബിടലിൽ വിധേയരായവരും. ഇസ്രായേൽ ശക്തമായി വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ഇനി കരയുദ്ധവും ആരംഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഗാസ പ്രദേശത്തിൻ്റെ വടക്കുഭാഗം ഏതാണ്ട് ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സാധാരണക്കാരായ സമാധാനകാംക്ഷികളായ പാലസ്തീനുകൾക്ക് അവിടെ വിട്ടുപോകണമെന്നും അതിന് പോകാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ട റൂട്ട് തീരദേശ മേഖല, കോസ്റ്റൽ റൂട്ട്, പടിഞ്ഞാറൻ മേഖലയാണെന്നും ബാക്കി എല്ലാ മേഖലയിലും ഇസ്രായേൽ ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ യുദ്ധം ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടാവും, നിങ്ങൾ 3-ാം ലോക യുദ്ധത്തിന് കാരണമാകുകയാണ് എന്ന്. എന്നാൽ വാസ്തവത്തിൽ 3-ാം ലോക യുദ്ധത്തിൻ്റെ പശ്ചാത്തലം ഉക്രൈനേക്കാൾ കൂടുതൽ സാധ്യത പശ്ചിമേഷ്യയിലാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ട്രംപ് അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം യമനിൽ നിന്ന് ഹൂതികളുടെ ആക്രമണം ഇസ്രയേലിന് നേരിടേണ്ടി വരും. അതിന് ഇറാൻ്റെ പിന്തുണയും ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഹൂതികളുടെ തീവ്രവാദ ആക്രമണവും ഹമാസിൻ്റെ തീവ്രവാദ ആക്രമണവും തുടരുമ്പോൾ ഗാസ സമാധാനം പുലരില്ല എന്നുള്ളത് ഉറപ്പാണ്. 1-ാം ഘട്ടത്തിൽ തന്നെ വെടിനിർത്തൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ സംഘട്ടനം ഇനിയും തുടർന്ന് പോകും എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ മുമ്പിൽ ഐക്യരാഷ്ട്രസഭ ശക്തിയില്ലാതെ ദുർബലപ്പെട്ടു നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ ദിവസവും കാണുകയാണ്. അപ്പോൾ ഇതിനൊരു കരാറോ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിനോ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിയുകയില്ല, നമുക്ക് ഏഷ്യൻ രാജ്യങ്ങൾക്കും കഴിയുന്നില്ല. അമേരിക്ക ഇസ്രയേലിൻ്റെ ഒരു സംരക്ഷകരായി തുടരുന്ന ഒരു പശ്ചാത്തലവും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം
ഈ യുദ്ധത്തിൽ നിന്ന് നേടേണ്ട ചില കാര്യങ്ങളുണ്ട്. അതും നോക്കുമ്പോൾ തീർച്ചയായിട്ടും യുദ്ധം അവസാനിക്കില്ല. ഉദാഹരണമായി ഗാസ പുനർനിർമ്മിക്കാൻ അമേരിക്ക തയ്യാറാകുമെന്ന് പറയുന്ന പ്രസിഡന്റ് ട്രംപ് അതിൽ നിന്ന് വളരെ വ്യക്തമായൊരു കാര്യം എന്താണ്? ഗാസ പ്രദേശത്തിലെ റീകൺസ്ട്രക്ഷൻ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ അമേരിക്കയിലെ കമ്പനികൾ വന്ന് അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അതിൻ്റെ ചിലവ് ഇസ്രയേൽ കൊടുക്കണമെന്നുമാണ്. ഞാനിത് ഓർക്കുന്നത് 1990 കുവൈറ്റ് ലിബറേഷൻ, കുവൈറ്റ് യുദ്ധം. അന്ന് കുവൈറ്റിനെ ആക്രമിച്ച് ഇറാഖ് കൈവശപ്പെടുത്തിയപ്പോൾ തിരിച്ച് ഇറാഖിനെ പുറത്താക്കിയ അമേരിക്ക കുവൈറ്റ് നഗരം റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അമേരിക്കൻ കമ്പനികൾ അവിടെ വന്ന് കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുകയും വീണ്ടും കുവൈറ്റിനെ ഒരു പരിഷ്കാര രാജ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വരുമ്പോൾ അമേരിക്കയ്ക്ക് ജോലി കിട്ടും, അമേരിക്കയിലെ തൊഴിലാളികൾക്ക് ജോലി കിട്ടും, കമ്പനികൾക്ക് ജോലി കിട്ടും. അന്തർദേശീയ ബന്ധങ്ങളിൽ ഇതിന് ചെക്ക് ബുക്ക് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആണ്. മറ്റൊരു രാജ്യം ഇതിൻ്റെ കാശ് കൊടുക്കണം റീകൺസ്ട്രക്ഷന്. അന്ന് കുവൈറ്റ് കൊടുത്തു, ഇന്നിപ്പോൾ ഇസ്രയേൽ കൊടുക്കണം ഗാസ വരെ നിർമ്മിക്കാൻ. ഇതാണ് പ്രസിഡന്റ് ട്രംപിൻ്റെ മനസ്സിലുള്ളതെന്നുള്ളത് വ്യക്തമാണ്. അല്ലാതെ സമാധാനമല്ല എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക സമാധാനം ആഗ്രഹിക്കുന്നില്ല. നെതന്യാഹു ഇസ്രയേലിനാകട്ടെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ ജനകീയതയ്ക്കും അദ്ദേഹത്തിൻ്റെ ശക്തിക്കും ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ട് ആ യുദ്ധം തുടർന്നു പോകാനാണ് സാധ്യത. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം തീവ്രവാദത്തിൽ കൂടി മാത്രമാണ്. അങ്ങനെ പ്രതിരോധം തീവ്രവാദത്തിൽ തന്നെ തുടരുമ്പോൾ എങ്ങനെയാണ് സമാധാനം പുലരുന്നത്? ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും നടപടി ആക്രമണമാണ്. ഇപ്പോൾ വ്യോമാക്രമണം കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ശക്തമായി നടന്നു. ഇനി കരയുദ്ധവും നടക്കും. ഇത് രണ്ടും അടുത്തുള്ള ദിവസങ്ങളിൽ വർദ്ധിക്കാനാണ് സാധ്യത. ചുരുക്കത്തിൽ വെടിനിർത്തൽ എന്നുള്ള സ്വപ്നം അകലുകയാണ്. ഈ ലോകം കുറച്ചുകൂടി കലുഷിതമായ സങ്കീർണമായൊരു സാഹചര്യത്തിൽ ചെന്ന് എത്തുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും വലിയ പ്രശ്നത്തിലേക്ക് എത്തുകയാണ്. പാലസ്തീൻ അതോറിറ്റിയുടെ ശക്തി ദുർബലപ്പെട്ടു. ഹമാസാണ് പാലസ്തീൻ്റെ കോസിന് വേണ്ടി ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് മുന്നിൽ വരുന്നത്. അത് അക്രമത്തിൽ കൂടി തീവ്രവാദത്തിൽ കൂടി ആകുന്ന ഒരു വശത്ത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ ഗാസ പിടിച്ചടക്കേണ്ടതും അവരുടെ ലക്ഷ്യമായി മാറുകയും ഇതോടുകൂടി ഹമാസിൻ്റെ തീവ്രവാദിത്വം നശിക്കുമെന്നുള്ള പ്രതീക്ഷയും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമുണ്ട്. ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സമാധാനമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. നിർഭാഗ്യവശാൽ ഈ യുദ്ധം തുടരുകയും കൂടുതൽ സംഘടനകൾക്കും കാരണമാവുകയും നിരപരാധികളായ പാലസ്തീനികൾ അവിടെ ഗാസയിൽ നിൽക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളാണുള്ളത്. അവരെ തമ്മിൽ ഓടി ഒളിക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ്. ഹമാസ് ഒരു വശത്ത്, മറുവശത്ത് ഇസ്രായേൽ. ഈ രണ്ട് കൂട്ടരുടെയും ഇടയിൽപ്പെട്ട നിരപരാധികളായ ആൾക്കാരാണ് ഇക്കാര്യത്തിൽ രക്തസാക്ഷികളാവുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കാണുന്നത്.